എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ PNC-MEC അതായത് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓഫ് കേരളയുടെ അതായത് PNC-MECൻ്റെ BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് PNC-MEC.in വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ഹിയർ ടു സി BSc നഴ്സിംഗ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഫീ പേയ്മെൻറ്റ് അതായത് സെപ്റ്റംബർ 2-ാം തീയതിയോ അതിനു മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതായത് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യുന്നതിനും അതായത് സെപ്റ്റംബർ 2-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ നേടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്ലിക്ക് ഹിയർ ടു സി BSc നഴ്സിംഗ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് അടുത്ത ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെപ്റ്റംബർ 2-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 2-ാം തീയതി അതായത് സെപ്റ്റംബർ 2-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാം. ഫീ പേയ്മെൻറ്റ് 10,000 രൂപയാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഈ ഒരു ലിസ്റ്റ് നോക്കി നിങ്ങൾ പരിശോധിക്കുക. ഓരോ കോളേജിലും അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. അതായത് മുൻപ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെയും ലിസ്റ്റ് നിങ്ങൾക്ക് കാണാം. അതായത് ഓരോ കോളേജിലും അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് മറ്റൊരു കോളേജിലേക്ക് മാറ്റം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഓപ്ഷൻ നിലനിർത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ആദ്യം ലഭിച്ച സീറ്റ് പോവുകയും പിന്നീട് പുതിയ ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ലിസ്റ്റ് പരിശോധിച്ച് നിങ്ങൾക്ക് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് നിങ്ങൾ അതായത് 10,000 രൂപ അടക്കുക. അതായത് 10,000 രൂപ അടക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഈ ഒരു സെപ്റ്റംബർ 2-ാം തീയതി വരെ അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.